നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകൾ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ ആക്രമണം. 2 പേർ ആശുപത്രിയിൽ. ക്ഷേമ ബോർഡ് നോക്കുകുത്തി. കാസർഗോഡ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജില്ലയിലുടനീളം നടന്നുവരുന്ന പ്രാദേശിക സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ശ്രദ്ധേയമാകുന്നു. കഴിവുള്ള താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി ഒപ്പം നിർത്തുക എന്നതാണ് ടൂർണമെന്റുകളുടെ പ്രധാന ലക്ഷ്യം. വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യ തലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മാർഗംകളി അവതരണത്തിൽ പങ്കെടുത്ത തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 7 കലാകാരികളെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് ഉപഹാര വിതരണം നടത്തി. പുതുമയും പച്ചപ്പും നിറഞ്ഞ ഷോപ്പിംഗ് അനുഭവം ഇനി ഉളിയത്തടുക്കയിലും. ഡേ ഫ്രഷ് റീറ്റെയിൽ ഗ്രൂപ്പിന്റെ ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ 3ാമത്തെ ബ്രാഞ്ച് ഉളിയത്തടുക്കയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിലായി നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 15-ന് വൈകുന്നേരം 4 മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടത്തും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COAയുടെ സംസ്ഥാന സമ്മേളനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോഡ് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി 15-ന് വൈകുന്നേരം 4 മണിക്ക് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തു നിന്നും പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വിളംബര ഘോഷയാത്ര നടത്തും. തുടർന്ന് NA നെല്ലിക്കുന്ന് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ മറ്റ് MLA-മാരായ E. ചന്ദ്രശേഖരൻ, AKM അഷ്റഫ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M. ലോഹിതാക്ഷൻ, സതീഷ് K. പാക്കം, ജില്ലാ ട്രഷറർ P. വിനോദ്, CCN ചെയർമാൻ K. പ്രദീപ് കുമാർ, CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് K. ദിവാകര, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P. പ്രകാശ്, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് എന്നിവർ ആശംസകൾ നേരും. സംഘാടക സമിതി ജനറൽ കൺവീനർ ഹരീഷ് P. നായർ സ്വാഗതവും COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറയും. കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്നു. നാളെയും മറ്റന്നാളും നടക്കുന്ന ഈ പരിപാടിയിൽ 15-ാം തീയതി പൊതു സമ്മേളനവും അതുപോലെ വിളംബര ഘോഷയാത്രയും. വിളംബര ഘോഷയാത്ര കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്ന് തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വിളംബര ഘോഷയാത്ര അവസാനിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ പൊതുസമ്മേളനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുസമ്മേളനം കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ജില്ലയിലെ MLA-മാരായ E. ചന്ദ്രശേഖരൻ, അതുപോലെ തന്നെ AKM അഷ്റഫ്, കൂടാതെ COA സംസ്ഥാന പ്രസിഡന്റ്, KCCL കേരള വിഷൻ്റെ MD സുരേഷ്, അതുപോലെ തന്നെ സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, അതുപോലെ തന്നെ കേരള വിഷൻ ന്യൂസിൻ്റെ MD തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പിന്നെ നെക്സ്റ്റ് 16-ാം തീയതി നടക്കുന്ന നമ്മുടെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പതാക ഉയർത്തൽ, അതുപോലെ നമ്മുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി COA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവർകളാണ്. തുടർന്ന് മറ്റ്
കാര്യക്രമങ്ങളൊക്കെ റിപ്പോർട്ടുകളും അതിനുമേലുള്ള ചർച്ചകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് കൂടി നടക്കും. അതായത് 2026 മുതൽ 2028 വരെയുള്ള കാസർഗോഡ് ജില്ലാ COA ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രക്രിയ കൂടി ആ സമയത്തുണ്ടാവും. ഫെബ്രുവരി 16 കാസർഗോഡ് RK മാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ 10 മണിക്ക് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തും. ശേഷം പുഷ്പാർച്ചന, തുടർന്ന് അനുശോചനം. 10:30 COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സ്വാഗതം പറയും. നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാഴ്ന്നോറടി, തിടമ്പ് നൃത്തത്തിനുള്ള അവാർഡ് നേടിയ ഉപേന്ദ്ര അഗീതായ എന്നീ ഓപ്പറേറ്റർമാരെ ആദരിക്കും. ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ കൈകൊട്ടിക്കളി, ക്രിക്കറ്റ്, ഷട്ടിൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്യും. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ ജില്ലാതല പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ P. വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും, K. രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടക്കും. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി എന്നിവർ ചർച്ചകൾക്ക് മറുപടി പറയും. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. VV മനോജ് കുമാർ, ഗിരീഷ് കുമാർ, വിനോദ് എന്നിവരടങ്ങിയ പ്രസീഡിയവും, ജയചന്ദ്രൻ, സുധീഷ്, സുനിൽകുമാർ എന്നിവരടങ്ങിയ മിനുട്സും, M. ശ്രീധരൻ, M. മനോജ് കുമാർ, G. ചിത്ര എന്നിവരടങ്ങിയ പ്രമേയവും സമ്മേളന നടപടികൾ നിയന്ത്രിക്കും. 2026 മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COAയുടെ സംസ്ഥാന സമ്മേളനം. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര, COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ സതീഷ് K. പാക്കം, COA ജില്ലാ ട്രഷറർ വിനോദ് P. എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ ആക്രമം. 2 പേർ ആശുപത്രിയിൽ. പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകളെ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ ആക്രമം. ആക്രമത്തിൽ പരിക്കേറ്റ ഉത്തർപ്രദേശ് സ്വദേശികളായ ദാവൂദ്, ഗുർഖാൻ എന്നിവരെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്നും പുറപ്പെട്ട് മഞ്ചേശ്വരം കറോട അടിപ്പാതയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 2 മണിയോടെ ലോറിയിൽ നിന്ന് അറവുശാലയ്ക്ക് പോത്തുകളെ ഇറക്കുന്നതിനിടെ ഓട്ടോയിലെത്തിയ 5 പേരും ബൈക്കിലെത്തിയ ഒരാൾ ചേർന്നുമാണ് ഇവിടെ കന്നുകാലികളെ ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ലോറി ജീവനക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. ബഹളം കേട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് കണ്ടതോടെ പ്രതികൾ അവിടെ നിന്നും വാഹനങ്ങളിൽ രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മഞ്ചേശ്വരം പോലീസ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ STU ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നും ബോർഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടും ബോർഡ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടും ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുൾ റഹ്മാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആവശ്യത്തിന് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു ബാർബർ ഷാപ്പ് തുടങ്ങുന്നതായിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് തൊഴിലാളികൾ എത്തിച്ചേരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് വെറുതെ നൽകുന്ന ആനുകൂല്യങ്ങളോ വെറുതെ ചോദിക്കുന്ന അവകാശങ്ങളോ അല്ല. തൊഴിലാളികൾ യഥാസമയം മാസം അവരുടെ ശമ്പളം ക്ഷേമനിധിയിൽ നിക്ഷേപിച്ച് അവർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യാടിസ്ഥാനത്തിൽ 27% ക്ഷേമനിധിയിൽ അടച്ച് ആ ക്ഷേമനിധിയിൽ ശേഖരിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ സർക്കാർ വകവാറി ചെലവഴിക്കുമ്പോൾ മൗനം പാലിക്കുന്ന ക്ഷേമനിധി ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പാവപ്പെട്ട തൊഴിലാളി അവൻ്റെ
ശാരീരിക വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ചികിത്സാ സഹായത്തിന് വേണ്ടി അപേക്ഷ നൽകുമ്പോൾ ആ അപേക്ഷകളൊക്കെ ഒരു മൂലയിൽ കെട്ടിത്തൂക്കി തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിനുള്ള അപേക്ഷകൾ പോലും നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷേമനിധി ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേമനിധി ഓഫീസിൽ ഇരച്ചു കയറി ഈ ഓഫീസിൻ്റെ പ്രവർത്തനം സംഘടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ STU തൊഴിലാളികൾ ആത്മസമയനം പാലിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അധികാരികളുടെ മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ എന്ന രീതിയിലാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊഴിലാളികളുടെ ആനുകൂല്യ അപേക്ഷകൾ മാസങ്ങളായി തീർപ്പാക്കാതെ തൊഴിലാളികളെ വട്ടം കറക്കുന്ന ക്ഷേമ ബോർഡ് വിരമിക്കുന്ന തൊഴിലാളികളുടെ പെൻഷൻ അപേക്ഷയും പരിഗണിക്കുന്നില്ലെന്നും ചുമട്ട് തൊഴിലാളികളുടെ വേതനത്തിൽ നിന്നുള്ള വിഹിതം കൊണ്ട് പ്രവർത്തിക്കുന്ന ക്ഷേമ ബോർഡിലെ ഉദ്യോഗസ്ഥ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ്, വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി മുത്തലീബ് പാറക്കട്ട, സെക്രട്ടറിമാരായ ഷുക്കൂർ ചെർക്കളം, സുബൈർ മാര എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ നേതാക്കളായ യൂനുസ് വടകര മുക്ക്, സഹീദ് SA, KT അബ്ദുൾ റഹ്മാൻ, അബ്ബാസ് TA, പ്രശാന്ത് നീലേശ്വരം, ബദറുദ്ദീൻ അതിഞ്ഞാൽ, ശിവരാമൻ ഉപ്പള എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലയിലുടനീളം നടന്നുവരുന്ന പ്രാദേശിക സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ശ്രദ്ധേയമാവുന്നു. കഴിവുള്ള താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി ഒപ്പം നിർത്തുക എന്നതാണ് ടൂർണമെന്റുകളുടെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും നാട്ടിൻപുറങ്ങളിലെ പ്രാദേശിക ടീമുകളിലെ നല്ല കളിക്കാരെ അവഗണിക്കുന്നതാണ് മെഗാ ടൂർണമെന്റുകളിൽ കാണാൻ കഴിയുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് വിദേശ താരങ്ങളെ ഇറക്കിയും മറ്റു സംസ്ഥാനങ്ങളിലെ വമ്പൻ താരങ്ങളെ കൊണ്ടുവന്നും നടത്തുന്ന ഇത്തരം ടൂർണമെന്റുകളിൽ കളി ആസ്വദിക്കാനല്ലാതെ വളർന്നുവരുന്ന നാട്ടിൻപുറങ്ങളിലെ താരങ്ങൾക്കോ നാട്ടുകാർക്കോ പ്രയോജനം ഉണ്ടാകാറില്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തവും മാറ്റവും കൊണ്ടാണ് പ്രാദേശിക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ശ്രദ്ധേയമാവുന്നത്. ഒട്ടനവധി താരങ്ങളെയാണ് പ്രാദേശിക ക്ലബ്ബുകൾ ഇതുവഴി കണ്ടെത്തുന്നതും. മൊഗ്രാലിൽ മൊഗ്രാൽ ഗ്രീൻ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്ന അണ്ടർ-20 സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനപങ്കാളിത്തം കൊണ്ടും ഫുട്ബോൾ പ്രേമികളുടെ പിന്തുണ കൊണ്ടും ശ്രദ്ധേയമാവുന്നതും ഇതുകൊണ്ടു തന്നെയാണ്. ടൂർണമെന്റിൽ മത്സരിച്ച 10ഓളം ടീമുകളിൽ നിന്ന് 10ഓളം യുവപ്രതിഭകളെ കണ്ടെത്താൻ ഇതുവഴി ക്ലബിന് സാധിച്ചു. ഇവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും പിന്തുണയും നൽകാനായാൽ ശക്തമായ ഒരു ടീമിനെ മൊഗ്രാലിൽ നിന്ന് മുൻനിരയിലെത്തിക്കാൻ സാധിക്കുമെന്ന് ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് വിലയിരുത്തുന്നുണ്ട്. കളിയുടെ ഓരോ ദിവസവും മികച്ച കളിക്കാരെ കണ്ടെത്തി അവരെ അനുമോദിക്കുന്നത് വലിയ പ്രചോദനവും ആവേശവുമാകുന്നുണ്ട്. മൊഗ്രാൽ ഫുട്ബോളിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കുക എന്നതാണ് നല്ല താരങ്ങളെ കണ്ടെത്തി പ്രാദേശിക ടൂർണമെന്റുകളിലൂടെ ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ഇത്തരം ഫുട്ബോൾ ടൂർണമെന്റിലൂടെ സന്തോഷ് ട്രോഫി താരം അബൂബക്കർ ദിൽഷാദിനെ മാതൃകയാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം നല്ല കളിക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ട യുവ പ്രതിഭകൾക്കുമുണ്ട്. ഇതുവഴി നാട്ടിലെ തന്നെ നല്ല കളിക്കാരെ കണ്ടെത്താൻ ടൂർണമെന്റ് ഉപകരിച്ചതിലുള്ള സംതൃപ്തി മൊഗ്രാലിലെ ഫുട്ബോൾ ആരാധകർക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, മൊഗ്രാൽ. പുതിയ സംരംഭകരെ കണ്ടെത്തി ഉയർത്തിക്കൊണ്ടുവരാൻ വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. തൃക്കരിപ്പൂർ CH മുഹമ്മദ് കോയ സ്മാരക ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സുസ്ഥിര വ്യവസായ സൗഹൃദ അന്തരീക്ഷം ലക്ഷ്യമിട്ട് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലൂടെ നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതികൾ, സംരംഭത്തിന് ആവശ്യമായ ലൈസൻസുകളും അനുമതികളും, ബാങ്ക് വായ്പ സംബന്ധിച്ച കാര്യങ്ങൾ, ബാങ്കിംഗ്, സാമ്പത്തിക അവബോധം തുടങ്ങിയ ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഭരണസമിതിക്കകത്ത് ഈ വ്യവസായത്തിന് വേണ്ടി നമ്മൾ പൈസ നീക്കി വെച്ച സമയത്ത്, സംരംഭകർക്ക് സ്വയം സംരംഭകരെ കണ്ടെത്തുന്നതിന് വേണ്ടി തുക നീക്കി വെച്ച സമയത്ത് ആൾക്കാരൊക്കെ ഒരുപാട് അപേക്ഷ തന്നു. അവരെ വിളിച്ചിരുത്തി അവരോട് എന്താണ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഐഡിയ ഇല്ല. അവർ വന്നിരിക്കുന്നത് ആ സമയത്ത്
30% സബ്സിഡി എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അന്നത്തെ സംരംഭകരെ നമ്മൾ കൂട്ടിയിരുത്തിയപ്പോൾ കണ്ടത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിക്കൊണ്ട് കൃത്യമായ ഐഡിയയോടുകൂടി അത് മറ്റുള്ള ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഇത്തരം ശില്പശാലകളൊക്കെ പങ്കെടുത്ത് അതിൻ്റെ അറിവ് നേടിക്കൊണ്ട് ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭം ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് എല്ലാവരും തയ്യാറാവണം. ഇപ്പോൾ അമൃത ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി 2-3 ദിവസങ്ങളായി നമ്മളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, KV രാധ, M രാമചന്ദ്രൻ, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി, K ശാന്തിനി, A അമൃത എന്നിവർ സംസാരിച്ചു. മുൻ വ്യവസായ വികസന ഓഫീസർ N അശോക്, ബ്ലോക്ക് വികസന ഓഫീസർ K അഭിൻ മോഹൻ എന്നിവർ സെമിനാറിൽ വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. രാജ്യതലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മാർഗംകളി അവതരണത്തിൽ പങ്കെടുത്ത തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 7 കലാകാരികളെ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദിച്ചു. കുന്നച്ചേരി ALP സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് ഉപഹാര വിതരണം നടത്തി. കർത്തവ്യപഥത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ 24 കലാകാരികൾ ചേർന്നാണ് മാർഗംകളി അവതരിപ്പിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നിന്ന് മാത്രം 7 പേർ പരിപാടിയിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ കക്കുന്നം 11-ാം വാർഡിൽ നിന്നുള്ള K രാധിക ഉൾപ്പെടെ പഞ്ചായത്തിലെ 7 പേരെയാണ് വാർഡ് ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം KU രാമദാസ് അധ്യക്ഷത വഹിച്ചു. രാധികയ്ക്കൊപ്പം ഡൽഹിയിൽ മാർഗംകളി അവതരിപ്പിച്ച V ദീപ്തി, MK ബീന, P ദിയ, K നന്ദന, VM ഹൃദ്യ, C ഷൈനി എന്നിവർക്കും ഗ്രാമസഭയിൽ ഉപഹാരങ്ങൾ നൽകി. പഞ്ചായത്ത് മുൻ അംഗം AK സുജ, ഗ്രാമസഭാ കോർഡിനേറ്റർ ചിത്ര ആലക്കാട്ട് എന്നിവർ സംസാരിച്ചു. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ കോൽക്കളി, മാർഗംകളി, തെയ്യം എന്നിവയാണ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ചത്. ഒരേ റിഹേഴ്സലാണ്. അത്രയും കഷ്ടപ്പെട്ട് 26-ാം തീയതി റിപ്പബ്ലിക് ഡേ പരേഡിലാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള കലാരൂപങ്ങളായിട്ട് ഞങ്ങൾ കൊണ്ടുപോയത് കോൽക്കളി, മുസ്ലിം സമുദായത്തിൻ്റെ കോൽക്കളി, അതുപോലെ ക്രിസ്ത്യാനികളുടെ മാർഗംകളി, ഹിന്ദുക്കളുടെ തെയ്യം എന്നിങ്ങനെ 3 ഐറ്റമാണ് പോയത്. അതിൽ മാർഗംകളി കളിക്കാനാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. ഞങ്ങൾ ഇത്രപേർ തൃക്കരിപ്പൂരിനും ബാക്കി 4 പേര് കാസർഗോഡ് നിന്നും ഉള്ളവരായിരുന്നു. ഷിഹാബുദ്ദീൻ തായ്മീൽ എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹത്തിന് പ്രത്യേക ഒരു നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുതുമയും പച്ചപ്പും നിറഞ്ഞ ഷോപ്പിംഗ് അനുഭവം ഇനി ഉളിയത്തടുക്കയിലും. ഡേ ഫ്രഷ് റീറ്റെയിൽ ഗ്രൂപ്പിന്റെ ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ 3ാമത്തെ ബ്രാഞ്ച് ഉളിയത്തടുക്കയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറഞ്ഞ കാലയളവിൽ തന്നെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഡേ ഫ്രഷ് റീറ്റെയിൽ ഗ്രൂപ്പിന്റെ ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചെർക്കളയിലെയും വിദ്യാനഗറിലെയും ബ്രാഞ്ചിന് പുറമെ 3ാമത് ബ്രാഞ്ച് ഉളിയത്തടുക്കയിൽ പ്രവർത്തനം ആരംഭിച്ചു. 8000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യത്തോടെയാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ 3 ബ്രാഞ്ചിലെയും 100ഓളം വരുന്ന ജീവനക്കാർ ഒന്നിച്ചു നിന്നാണ് ഉളിയത്തടുക്കയിലെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഉപഭോക്താക്കൾക്ക് ആവശ്യമായ പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ എന്നിവ മികച്ച ഗുണനിലവാരത്തോടെയും ന്യായമായ വിലയ്ക്കും ലഭ്യമാകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അസാസുദ്ദീൻ 12ാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി 16 നടക്കും. AKM അഷ്റഫ് MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. അസാസുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെന്ററിന്റെ 12ാം വാർഷിക മഹാസമ്മേളനം ഫെബ്രുവരി 16 വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കും. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇർഷാദ് അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. മതരാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. കാസർഗോഡ് ജില്ലയിലെ വടക്കൻ മേഖലകളിൽ മീഡിയ പഞ്ചായത്തിലെ പ്രശസ്ത സ്ഥാപനം അസാസുദ്ദീൻ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ 12ാം വാർഷിക മഹാസമ്മേളനം ഇതേ വരുന്ന 2026 ഫെബ്രുവരി 16 വൈകുന്നേരം 3 മണിയോടെ മഞ്ചേശ്വരം മണ്ഡലം MLA അഷ്റഫ് സാഹിബിൻ്റെ ഉദ്ഘാടന ചടങ്ങോടെ ആരംഭിച്ച് 10 മണിയോടെ പരിപാടി തിരിച്ചുവിടുന്ന രീതിയിൽ പ്രസ്തുത പരിപാടിയിൽ
ഇർഷാദ് സഹരി മലപ്പുറം പ്രഭാഷണം നടത്തുന്നു. മറ്റു പ്രമുഖ സാദാത്യങ്ങൾ, ഉലമാക്കൾ, മത സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന പരിപാടി മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ 12ാം വാർഷിക സമ്മേളനത്തോട് അനുബന്ധിച്ച് വിവിധ 12 പ്ലാനുകളായി മതജാതി വ്യത്യാസമന്യേ സ്വാതന്ത്ര്യ പ്രവർത്തനവും നടത്തപ്പെടുന്നു. മതസാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മികവ് പുലർത്തിയ വ്യക്തിത്വങ്ങളെ അനുമോദിക്കൽ ചടങ്ങും നടത്തപ്പെടുന്നു. തുടർന്ന് വിവിധ പരിപാടികളോടെ രാത്രി 10 മണിയോടെ സമ്മേളനത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രവൃത്തിപഥത്തിൽ 8.5 പതിറ്റാണ്ട് പിന്നിടുന്ന തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിന്റെ വാർഷികാഘോഷവും ദീർഘകാലം വിദ്യാർത്ഥികൾക്ക് അക്ഷരം പകർന്നേകിയ അധ്യാപികമാർക്ക് യാത്രയയപ്പും നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, മുതിർന്ന അധ്യാപിക നിർമ്മല പോൾ എന്നിവർക്ക് യാത്രയയപ്പും സ്കൂളിന്റെ 85ാം വാർഷികാഘോഷവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കൂടി ഇന്ന് നിർവഹിക്കപ്പെടേണ്ട ഒരു ചുമതലയിൽ ഞാനിപ്പോൾ വരുന്നത് വെള്ളിക്കോത്ത് മഹാകവി ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സ്കൂളുകളുടെയും വാർഷികാഘോഷങ്ങളും മറ്റ് ചില ആനുവൽ പ്രോഗ്രാംസുകളിലൊക്കെ നടന്നു വരികയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഒരു ദിവസം തന്നെ വൈകുന്നേരം വൈവിധ്യമാർന്ന പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നതുകൊണ്ട് പരമാവധി എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരേണ്ട ഒരു ചുമതല കൂടി ഇപ്പോൾ അർപ്പിതമായതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിന് മുതിരുന്നത്. തീർച്ചയായും ഞാൻ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ ബഹുമാനികളായിട്ടുള്ള ആളുകളോടെല്ലാം ക്ഷമാപണം കൂടി നടത്തുകയാണ്. നമ്മൾ ഇത്തരം ചടങ്ങുകളിലൊക്കെ പരമാവധി ആദ്യാവസാനം പങ്കെടുക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ ഒരു ഡാൻസ് പ്രോഗ്രാം, ഗ്രൂപ്പ് ഡാൻസ് കൂടെ നടന്നു. ഇതെത്ര മനോഹരമായിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ സദസ്സിൽ ഇരുന്നത് അത് നന്നായി ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ഞാൻ ഇതുപോലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിനകത്ത് സെൻറ് തോമസ് ഹൈസ്കൂൾ തുറന്നുകൊണ്ടിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലേക്ക് ഞാൻ യഥാർത്ഥത്തിൽ മടങ്ങി പോവുകയാണ് ചെയ്തത്. PTA പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ രൂപത കോർപ്പറേറ്റ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തി. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉപഹാര സമർപ്പണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ്, VV സുബ്രഹ്മണ്യൻ, AG ആയിഷ ബി, KV ബാബു, K സീത, ടോം പ്രസാദ്, M മുഹമ്മദ് റഫീഖ്, ജിയ ഉമേഷ് എന്നിവർ സംസാരിച്ചു. സിസ്റ്റർ ഷീന ജോർജ്, നിർമ്മല പോൾ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് VK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, യൂണിറ്റ് പരിധിയിലെ 10, 11, 12, 13, 14 എന്നീ വാർഡുകളിലെ മെമ്പർമാർ എന്നിവരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് VK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ബാക്കി ഗീതാബാബുരാജ്, നമ്മുടെ രോഗി, പിന്നെ സജി മുതലവർ വളരെ ശ്രമം വരുന്നത്. എന്നാൽ അവിടെ പേര് കിട്ടും നമ്മൾ ഇത് വെക്കാൻ വേണ്ടി. ഈ വാർഡ് വിവരത്തിൽ നമ്മുടെ യൂണിറ്റ് ഏത്
തിരക്കിൽ വന്നതെന്ന് അറിയില്ല. അവസാനം ഇന്ന് രാത്രി രാജേഷ് വിളിച്ചിട്ടാന്ന് പറയുന്നു നമ്മളതിന് പോയി. ഇന്ന് ഇന്നത്തേക്ക് രാത്രി ആ പ്രഭാകരനെല്ലാം ആക്കുന്നുണ്ട്. അവരോട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇങ്ങനെ പറ്റിപ്പോയതാണ്. സാധാരണ നമ്മൾ യൂണിറ്റ് പരിധിയിൽപ്പെടുന്ന മെമ്പർമാർക്കാണ് കൊടുക്കല്. ഈ വാർഡ് വിളിച്ച സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ വന്നില്ല. അങ്ങനെ പറ്റില്ല. അപ്പോൾ പിന്നെ ഇതിന് കൂടുതൽ നമ്മളെ ആവശ്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞാൽ ഇന്നലെ ഗ്രാമസഭ കഴിഞ്ഞു, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും തിരക്ക് കൂടുതലായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവർക്കും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. ഈ വൈകുന്നേരം കാണുന്നുണ്ടാവും ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ പരിപാടി ഇങ്ങനെയല്ല. 10 മണിക്ക് വെച്ച് നല്ല ആളുണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, വാർഡ് മെമ്പർമാരായ ഗീത ബാബുരാജ്, കാർത്യായനി, ഷിജി, അർജുൻ യോഗി, സജി കെ, യൂണിറ്റ് വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി വസന്ത ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജൂകേഷ് സ്വാഗതവും ട്രഷറർ രാജേഷ് ടി കെ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 40 CRPF വീരജവാന്മാരുടെ അനുസ്മരണ യോഗം നടത്തി. പുതിയകോട്ടയിൽ വാർഡ് കൌൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ HR സുകന്യ ഉദ്ഘാടനം ചെയ്തു. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആൻഡ് സൈന്യ മാതൃശക്തിയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ട 40 CRPF വീരജവാന്മാരുടെ അനുസ്മരണ യോഗം പുതിയകോട്ടയിൽ വാർഡ് കൌൺസിലറും മാതൃശക്തി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ HR സുകന്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജവാന്മാർ 40 CRPF ജവാന്മാർ 1919 ഫെബ്രുവരി 14-ാം തീയതി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന വഴിയിൽ ജയ്ഷെ മുഹമ്മദ് ഷായുടെ തീവ്രവാദികൾ ബസ്സിന് ID വെച്ച് അതിലുള്ള ജവാന്മാർ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. സംഘടന വെള്ളരിക്കുണ്ട് താലൂക്ക് സെക്രട്ടറി രവീന്ദ്രൻ KK അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജീവൻ പാലോട്ടിൽ സ്വാഗതവും ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ KP നന്ദിയും പറഞ്ഞു. ട്രഷറർ തമ്പാൻ മേലത്ത്, വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് V, ശാലിനി പ്രഭാകർ, സുജാത M, രാധാകൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ MV, രവി KP, വത്സരാജ് P, പ്രകാശൻ KK, നൂതൻ കുമാർ, BMS നേതാവ് ഭാസ്കരൻ ചെമ്പിലോട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM ബെല്ല ലോക്കൽ കമ്മിറ്റി C ജാനകിക്കുട്ടി അനുസ്മരണം നടത്തി. അനുസ്മരണ പൊതുയോഗം DYFI ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തനത്തിലെത്തുകയും CPIM ബെല്ല ലോക്കൽ കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗം, കാഞ്ഞങ്ങാട് നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷ തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ അസുഖത്തെ തുടർന്ന് അകാലത്തിൽ അന്തരിച്ച പൊതുപ്രവർത്തകയായിരുന്ന C ജാനകിക്കുട്ടിയുടെ 4ാം ചരമ അനുസ്മരണ ദിനം CPIM ബെല്ല ലോക്കൽ കമ്മിറ്റി വിവിധ പരിപാടികളോടെ നടത്തി. ചെമ്മട്ടം വയലിൽ നടന്ന അനുസ്മരണ പൊതുയോഗം DYFI ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ജാനകിയെ ചൂടുപെടുവാൻ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങേയറ്റം പ്രയാസത്തോടെയാണ് ഈ 4 വട്ടത്തിൽ ഇപ്പോഴും സഖാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ ഒത്തുചേരുന്നത്. CPIMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റായി പ്രവർത്തിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലുമെല്ലാം ജനപ്രതിനിധി എന്ന നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടു. നിസ്വർഗത്തിന്റെ പ്രശ്നങ്ങളിൽ ദൈനംദിനം ഇടപെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പോരാളി എന്ന നിലയിലും താൻ ജീവിച്ച കാലത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട സഖാവ് ഈ നാടിനെ വിട്ടുപിരിഞ്ഞു പോയത്. ഏരിയ കമ്മിറ്റി അംഗം KV രാഘവൻ അധ്യക്ഷത വഹിച്ചു. P അപ്പുക്കുട്ടൻ, KV സുജാത, M സേതു, KV സുശീല, K ഇന്ദിര, KV രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബെല്ല ലോക്കൽ സെക്രട്ടറി N ഗോപി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി C ജാനകിക്കുട്ടി അനുസ്മരണം നടത്തി.
മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ചന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗം, കാഞ്ഞങ്ങാട് നഗരസഭ മുൻ വികസന സമിതി അധ്യക്ഷയും പൊതുപ്രവർത്തകയുമായ C. ജാനകിക്കുട്ടിയുടെ 4ാം ചരമ അനുസ്മരണാ ദിനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വിവിധ പരിപാടികളോടുകൂടി നടത്തി. മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് TK ചന്ദ്രമ്മ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച് നമ്മെ വിട്ടുപിരിഞ്ഞതാണ്. സഖാവിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഓരോ അനുസ്മരണ പൊതുയോഗവും ഓരോ രാഷ്ട്രീയ ക്യാമ്പയിനായി ഏറ്റെടുക്കണം. അങ്ങനെയാണ് നമ്മൾ അനുസ്മരണ പൊതുയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ വരുന്ന അനുസ്മരണങ്ങളെല്ലാം അങ്ങനെയാണ്. അവര് നമ്മുടെ പ്രസ്ഥാനത്തിന്, ഈ പൊതുസമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ നമ്മൾ നെഞ്ചേറ്റുന്നതോടൊപ്പം അവർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നേറാനുള്ള പ്രോത്സാഹനവും വഴികാട്ടിയുമായി അവരുടെ ഓർമ്മകൾ, ദീപ്തമായ ഓർമ്മകൾ നമ്മളെ വഴി നടത്തുകയാണ്. നമ്മൾ ഇന്ന് ഈ അനുസ്മരണ പൊതുയോഗം നടത്തുന്നത് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. ഒരു ഭാഗത്ത് ജാഥകൾ നടക്കുകയാണ്. വികസന മുന്നേറ്റ ജാഥ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ആരംഭിച്ചു. ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന ജില്ലാ സെക്രട്ടറി ജാഥയിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് അറിയിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തായാലും കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നടത്തുന്ന നമ്മുടെ സഖാവിന്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പകരമായി ഞാൻ പങ്കെടുക്കുന്നത്. ഏരിയ പ്രസിഡന്റ് PA ശകുന്തള അധ്യക്ഷത വഹിച്ചു. സുനു ഗംഗാധരൻ, VV പ്രസന്നകുമാരി, ദേവി രവീന്ദ്രൻ, അഡ്വക്കേറ്റ് P. ബിന്ദു, ഫൗസിയ ഷെരീഫ്, K. രുക്മിണി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KV സുജാത സ്വാഗതം പറഞ്ഞു. 14 വില്ലേജുകളിൽ നിന്നായി നിരവധി പ്രവർത്തകർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. JCI അലുമിനി ക്ലബ്ബ് JACN ചിൽ എന്ന പേരിൽ സോൺ കോൺഫറൻസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ റെസിഡൻസിയിൽ വെച്ചാണ് കോൺഫറൻസ് നടന്നത്. JCI അലുമിനി ക്ലബ്ബ് JACN ചിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച സോൺ കോൺഫറൻസ് കാഞ്ഞങ്ങാട്ടെ രാജ് റെസിഡൻസിയിൽ വെച്ചാണ് നടന്നത്. സോൺ ചെയർമാൻ JCI സെനറ്റർ സുരേഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഇന്ത്യയുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വാമൻ കുമാർ മാജിക് പ്രദർശനത്തിലൂടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പ്രസംഗത്തിനെ മുതിരുന്നില്ല. But I should appreciate JCN Suresh for his perseverance and persistence. ഈ സ്ഥിരോത്സാഹം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം എന്ന 2 വാക്കുകളുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് സുരേഷ്. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ 96-ൽ അദ്ദേഹം ചാപ്റ്റർ പ്രസിഡൻ്റായി കഴിഞ്ഞ് ഏകദേശം 29 വർഷം കഴിഞ്ഞിട്ടാണ് JACയുടെ സോൺ ചെയർമാൻ അദ്ദേഹം വരുന്നത്. ഒരു 29 വർഷം ഈ ഫീൽഡിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആദ്യത്തെ ചെയർമാൻ നാസർ, നാഗേഷ് ചേട്ടൻ അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നാഗേഷ് ചേട്ടൻ അതിലൊരു എക്സെപ്ഷനാണ്. JCI സോൺ 19ന്റെ സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു ഗസ്റ്റ് ഓഫ് ഓണർ ആയി പങ്കെടുത്ത കോൺഫറൻസിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രവീൺ മച്ചേരി സ്വാഗതവും സത്യൻ നന്ദിയും പറഞ്ഞു. സോൺ അവാർഡുകളും ബിസിനസ് എക്സലൻസ് അവാർഡും വിതരണം ചെയ്തു. തുടർന്ന് ആവേശകരമായ DJ പരിപാടിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15, 16 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരത്ത് ലോറിയിൽ നിന്ന് പോത്തുകൾ ഇറക്കുന്നതിനിടെ ജീവനക്കാർക്ക് നേരെ 6 അംഗ സംഘങ്ങളുടെ ആക്രമം. 2 പേർ ആശുപത്രിയിൽ. ക്ഷേമ ബോർഡ് നോക്കുകുത്തി. കാസർഗോഡ് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജില്ലയിലുടനീളം നടന്നുവരുന്ന പ്രാദേശിക സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ശ്രദ്ധേയമാകുന്നു. കഴിവുള്ള താരങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി ഒപ്പം നിർത്തുക എന്നതാണ് ടൂർണമെന്റുകളുടെ പ്രധാന ലക്ഷ്യം. വ്യവസായ വാണിജ്യ വകുപ്പ് തൃക്കരിപ്പൂരിൽ സംരംഭകത്വ പൊതുബോധവൽക്കരണ ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. രാജ്യതലസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മാർഗംകളി അവതരണത്തിൽ പങ്കെടുത്ത തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 7 കലാകാരികളെ അനുമോദിച്ചു.
ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TS നജീബ് ഉപഹാര വിതരണം നടത്തി. പുതുമയും പച്ചപ്പും നിറഞ്ഞ ഷോപ്പിംഗ് അനുഭവം ഇനി ഉളിയത്തടുക്കയിലും. ഡേ ഫ്രഷ് റീറ്റെയിൽ ഗ്രൂപ്പിന്റെ ഡേ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിന്റെ മൂന്നാമത്തെ ബ്രാഞ്ച് ഉളിയത്തടുക്കയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.